അപ്പം നമ്മൾ പിറ്റേന്നായി പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇവിടെ ഫുള്ളും അലങ്കോലമായി കിടക്കുകയാണ്. എന്താ പറയുക, അടുക്കളയൊക്കെ കാണിച്ചു തരാം കേട്ടോ. അടുക്കളൻ്റെ കോലൊന്നും പറയണ്ട. അടുക്കളയിൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഒക്കെ ഇങ്ങോട്ടൊക്കെ വാരി വലിച്ചിട്ടിട്ടുണ്ട്. ഇതൊക്കെ പോളിഷ് ചെയ്യുന്നുണ്ട്. നിങ്ങളെന്താക്കുക? പറഞ്ഞോടിക്ക. എന്തിനാ ഇനി പറഞ്ഞോടിക്കേ? ഇങ്ങോട്ടോക്കി ആൾക്കാർക്ക് പിന്നെ ഈ താടി മുടി നഖം ഒന്നും വെട്ടാൻ പാടില്ല. അപ്പൊ ഇന്ന് ദുൽഹജ്ജ് ഒന്നല്ലേ? ഇന്നല്ല, ഇന്ന് നാളെ ഒന്ന്. ഇന്ന് ഒന്നാം മറ്റേ ഗ്രൂപ്പ് ഒന്നല്ല, നാളെ ഒന്ന് ആണോ? ഗ്രൂപ്പിൽ മാസം കണ്ടതായിട്ട് സൗദിയില് കണ്ടോട്ടെ. സൗദി കണ്ട നമുക്ക് ആകെ ഒരു മാസമേ ഉള്ളൂ. ഞാൻ അതിൽ വിശ്വസിക്കുന്ന ആളാ. എല്ലാ ചോക്കത്തെ മാസം ഒന്നല്ലേ ഉള്ളൂ? 2 മാസം ഉണ്ടാ? അപ്പൊ അവിടെ കണ്ടാൽ നമുക്ക് കണ്ട തന്നെയാണ്. അവിടെ രാത്രി നമ്മുടെ രാത്രി ഉണ്ടോ? റഷ്യയിലല്ല, അത് ഇവിടെ അംഗീകരിക്കൂല. പിന്നല്ലാണ്ട് എന്നാ ശരി, എന്തെങ്കിലും ആട്ടെ. ശരിയല്ല, അത് ചിന്തിക്കണം. അപ്പൊ എന്തിനു നാൻ പറ്റിയാലും താടി വരച്ചാലോ? ഇനി ദുൽഹജ്ജ് 11 ഇനി നമുക്ക് താടിയപ്പൂപ്പനെ കാണട്ടോ. ഇനി കുറച്ച് ദിവസം 10 ദിവസം വരെ നേരത്തെ താടിയപ്പൂപ്പനെ. പിന്നെന്താ വിഷയം? കണ്ടോ ഞങ്ങളെ? കേട്ടാ എൻ്റെ അടുക്കളൻ്റെ അവസ്ഥയിൽ ഒക്കെ കെട്ടിപ്പെറുക്കി മേലൊക്കെ പോന്ന് ഞങ്ങൾ എന്താ കണ്ട വീട് അടിപൊളി ഒരു വൈറ്റ് അടിക്കാൻ പോവാ. എന്നാ കറണ്ട് പോയില്ലേ കുഞ്ഞാ? കറണ്ട് പോയി. കറണ്ട് അത് താണതാ നോക്ക്. എന്റെ പുതിയ ബെഡ്ഷീറ്റ് എടുത്തിട്ട് ഇട്ടുണ്ടോ? ഇവരെന്താ ചെയ്യേണ്ടത്? പഠിക്കുക പിന്നല്ലാതെ. 6 മാസം ആയിക്കോട്ടെ. ശരി, പിന്നെ ആകെ ഇവിടെ കൂടി 7 കൊല്ലമൊക്കെ ഉള്ളൂ. എന്റെ ചോറുണ്ട് ഇവിടെ. ചോറ് ഒഴിവാക്കിയില്ലേ? ചോറുണ്ട്. ഇന്ന് ഒക്കെ ഹോട്ടലിലാ. ഇന്ന് അടുക്കള പൂട്ടിയിരിക്കാൻ. നാളെ തുറക്കുള്ളൂ. ബിരിയാണി വാങ്ങിക്കോളി, മന്തി വാങ്ങിക്കോളി, വാണ്ട വാങ്ങിക്കോളി, തിന്നോളി. നമ്മളൊരാളെ കാണിച്ചേരേ. പേരും മടിയനെ ഇപ്പം എണീച്ച് വന്നിട്ടുള്ളൂ. ഞാനിപ്പോ തമ്മിലിതാ 10:08 10:15 നമ്മള് വീഡിയോ ഇടല്. അപ്പൊ അതിന്റെ തമ്മില് ക്യാപ്ഷൻ ഇതൊക്കെ റെഡിയാക്കി. വൈഫൈ ഉണ്ടേന്? പുറത്തുപോയി. ഇന്നത്തെ ക്യാപ്ഷൻ എന്തായിരിക്കും? ഇന്നത്തെ ക്യാപ്ഷൻ എന്താ? ഉമ്മ ആരോടും പറയാതെ ഇങ്ങനെ ചെയ്യാൻ പാടില്ലേ. എന്താണ് ഉമ്മ ചെയ്തറിയോ? ഉമ്മ ഓയിൽ വാങ്ങിക്കൊണ്ടു അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഓയിൽ. ഇതൊക്കെ ഞങ്ങൾ പോക്കിട്ടോ. ഇനി ഇതൊക്കെ ഇവിടെ അടിപൊളിയാക്കും. ഇവിടെ ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സീലിംഗ് ചെയ്യാനുള്ളതൊക്കെ വാങ്ങിക്കൊണ്ടു. വൈറ്റ് അവിടെ മെറൂണ്. ഒരു രസം ഉണ്ടാവും. ബോറുണ്ട്. നമുക്ക് മാറ്റിക്കുന്ന ചോക്കത്തിനെ കൊണ്ട് ഇവനെ കൊണ്ട്. എൻ്റെ കുറച്ച് പാത്രം കൊണ്ട് എടുക്കാനും. ഞാൻ ഇത് പിടിച്ചാ മറന്നൊക്കെ. ആരെങ്കിലും ഒരു ചുമരിൽ മെറൂൺ അടിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിന്നെ ഇവിടെ അവിടെ പണിയെടുക്കാനുള്ള സാധനം കൊണ്ടുവച്ചിരിക്കണമെന്ന് പറഞ്ഞു. എവിടെയെന്ന് അറിയില്ല, നോക്കട്ടെ. എന്തായാലും ഇതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണാം. ഓ, അങ്ങനെ എല്ലാവരും വീഡിയോയിൽ പറയണ ഉമ്മാൻ്റെ വൃത്തിയില്ലാത്ത അടുക്കള ഇന്ന് മാറൂലേ? ഇതൊക്കെ അടുക്കളത്തെ സാധനങ്ങളാട്ടോ. ഇതൊക്കെ എന്താണ്? ഇതിലൊക്കെ എന്താ പാമ്പെല്ലാം വരുമോ? അതിൽ പാമ്പൊന്നുമില്ല. ഇതൊക്കെ സാധനങ്ങൾ അങ്ങോട്ടൊക്കെ. ഇതൊക്കെ എന്താ? പൊടികളല്ല, പൊടികൾ, പത്തിരിപ്പൊടി.
അതൊക്കെ അടുക്കളയിൽ ഉണ്ടായിരുന്ന സാധനങ്ങളാണ് കേട്ടോ. ഉപ്പ് മുതൽ ദോശക്ക് എന്താ കറി? ബീഫ്. നല്ല ഭൂരിയൊക്കെ ആയിരുന്നുണ്ടല്ലോ. നല്ല അടിപൊളി ദോശ. നല്ല ഭൂരിയും പൊറാട്ടൊക്കെ ആയിരുന്നുണ്ടല്ലോ. ബീഫിന് തല ഇല്ലല്ലേ പുതിയാണ്. ഇതൊക്കെ ധാരാളമാണ്. കൈ കഴുകുന്നു. ഒരു പ്ലേറ്റ് ഇവിടെ നിർക്കാലേ. ഈ പ്ലേറ്റുകളൊന്നും എടുക്കലില്ല. ഇതൊക്കെ ഇതിനൊക്കെ തിന്നണമെങ്കിൽ നമ്മൾ ആദ്യം എന്തെങ്കിലും ഇട്ട് കഴുകണം. അത് തോന്നി, എനിക്ക് തോന്നി. രണ്ട് ദോശ. നമ്മൾ ഡയറ്റാണ്. ബീഫ് തിന്നുമ്പോഴുള്ളൊരു വികാരം അതെന്ത് തിന്നാലും കിട്ടില്ല. കുറച്ച് കായം ഓക്കെ. ഇന്ന് കേബിൾ പൊട്ടിയിട്ട് വൈഫൈ ഇല്ല, അതുകൊണ്ട് ഫോണിൽ കളിക്കാൻ സുഖമില്ല. ഇവിടെ നെറ്റ് അത്ര സ്പീഡില്ല. പൊളി മുളക് ചമ്മന്തി രാവിലെ തന്നെ ദോശക്കും. എന്നാലും ഞാൻ ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാണിക്കാം. ഓക്കെ. അപ്പോൾ ഒരാൾ നഖമൊക്കെ വെട്ടി വന്ന് കത്തി അടിച്ച് ചട്ടി ചോറുന്നുണ്ട്. ഞങ്ങൾ ചമ്മന്തി വേറെന്തെന്നാ? ചമ്മന്തി, ചിക്കൻ കറി. ചിക്കനാ? എന്ത് കറിയാണ്? ബീഫ്. ആ ബീഫാണ്. എനിക്കാവുന്ന അറിയില്ല. ഞങ്ങളങ്ങനെ തിന്നുന്നേ. എനിക്ക് ചിക്കൻ ഇഷ്ടമല്ല, ബീഫ് ഇഷ്ടമല്ല. ചിക്കൻ ഇഷ്ടമാണ് പൊരിച്ചത്. ഇതാരെങ്കിലും വിശ്വസിക്കുക? ചിക്കനും ഇഷ്ടമല്ല, ബീഫ് ഇഷ്ടമല്ല. ചട്ടിയിൽ തിന്നുന്ന ബീഫിന്റെ വേറെ കറി വേണ്ടേ? എന്നാലും ദോശ കൊടുത്തിട്ട് ദോശ പോരായിട്ട് അടുപ്പത്തുനിന്ന് ചോറ് കോരി തിന്നതാണിത്. കറി ഉണ്ടോ? കറി വേറെ ഉണ്ടോ? സാമ്പാറുണ്ട്. ആ എന്നാ നേരത്തെ പറയണ്ടേ. എനിക്ക് സാമ്പാറാണ് ഏറ്റവും ഇഷ്ടം. എൻ്റെ ഇത് അടുപ്പത്തുനിന്ന് ബന്ധുക്കും കൂടിയില്ല ചോറ്. അതൊരു പൂതി. ഈ തലപ്പത്തുണ്ടല്ലോ ചൂടിൽ ആവിനെ പറക്കണ ചോറ് കറിയൊക്കെ തിന്നുമ്പോ ഒരു സുഖം. തണുപ്പില്ലല്ലോ. അപ്പൊ ടേസ്റ്റ് ഉണ്ട്. അത് പറയുന്നത് ടേസ്റ്റ് കൊണ്ടല്ലേ തിന്നുന്നേ. കണ്ടോ അപ്പം നമ്മളെ ചുമരം ഇങ്ങനെ കണ്ടിട്ടോ. എന്താ ഫുള്ളും അടിച്ച് വൈറ്റാക്കി വെച്ചിക്ക്. ആ ബ്ലാക്കുള്ള ഇടത്തിൽ വൈറ്റ് അടിച്ച് വൈറ്റ് മതിയായിരുന്നു നിങ്ങൾ. ഇപ്പോൾ വൈകുന്നേരമായി, പണിക്കാരൊക്കെ പോയി കഴിഞ്ഞ്. അപ്പോൾ അത് ജനവാതിലും വാതിലൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുഞ്ഞത്. വെളിച്ചം കുറവല്ലേ രാത്രി ആയില്ലേ? അത് ഇന്ന് പോളിഷ് ചെയ്ത് ഇതൊക്കെ വാതിലൊക്കെ ഊരി നല്ല സെറ്റപ്പാക്കി എന്നിട്ടൊക്കെ പോളിഷ് ചെയ്തത്. പോളിഷ് ചെയ്ത് വന്ന് വെളിച്ചത്തോട്ട് വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലേ? ഇവിടെ ഇനി ഇതൊക്കെ ഇവിടെ കടിക്കാണ്ട് കേട്ടോ. ഇവിടെ നടിച്ചില്ല. ഇതാണ് ഇപ്പം ചെയ്തിട്ടുള്ളത് അതിലെ നമ്മൾ അടുക്കള കാണിച്ചെടുക്ക്. നമുക്ക് അടുക്കള അവിടെയൊക്കെ പെയിന്റ് അടിച്ച് കഴിഞ്ഞിട്ടോ. പിന്നെ ഇവിടെ എന്താ അറിയില്ല, ഭയങ്കര ഉറുമ്പ് പൊരയിൽ കുറച്ചൊക്കെ വരച്ചിക്കണേ. പോളിഷ് ചെയ്തത് ഇന്നാണ്. ഇതാ അത് ഇല്ല ഇത് നടിച്ചില്ല. ഇത് പോളിഷ് ചെയ്തിട്ടില്ല. ഇല്ല, അത് കടിക്കാണ്ടതാ. ഇതെന്താ? അതല്ലേ ഉറുമ്പ്. ഇതോ? ആ അതാണ് പറ്റി വരച്ചിട്ടത്. അതുകൊണ്ട് പെയിന്റ് ഇന്നലെ അടിച്ച പറഞ്ഞ് ടച്ച് ചെയ്ത് തരുമോ? കുഴപ്പമില്ല. നിങ്ങൾ ഓരോ വട്ടം ഉറുമ്പ് വരുമ്പോ കുറച്ചൊക്കെ വെക്കുക. അല്ല ഉറുമ്പ് പൊടിയുണ്ട്. അടുക്കളേൻ്റെ ഉച്ചത്തെ വിഷ്വൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും.
ഇപ്പം നോക്കിക്കോളി, അടുക്കള കംപ്ലീറ്റ്ലി മാറി. ആഹാ, വൈറ്റ് കളറാക്കി. ഇപ്പം എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? അവിടെ നിങ്ങൾ ആദ്യം ബ്രൗൺ അടിക്കാനാണ് വിചാരിച്ചേ. ഞാൻ പറഞ്ഞു ബ്രൗൺ ഒന്നും അടിക്കേണ്ട, വൈറ്റ് അടിച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് 2 കൊല്ലം കൂടുമ്പോഴൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അക്കു പെയിൻ്റ് അടിച്ച് തരും. ഇത് നിങ്ങൾ ബ്രൗൺ വെച്ചാൽ എന്താ പറയുക, അത് കുറച്ച് കാലത്തേക്ക് രസമായിരിക്കും. വൈറ്റ് തന്നെയാണ് എപ്പോഴും റൂമിന് ഭംഗിട്ടോ. അതിലുണ്ട് ജനവാതിൽ അടിക്കാനുണ്ട്. എങ്ങോട്ടാ മാറ്റണേ? അപ്പോൾ ഈ സ്ലാബ് കൂടെ തന്നെ 2 സ്ലാബ്. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പോലും സ്ഥലമില്ലാണ്ട് ആ രീതിയിലോട്ട് ഇത് എവിടുന്നോ ഒരു ബുദ്ധി കിട്ടിയത്, ആർക്കോ ഇല്ലാത്തൊരു ബുദ്ധി. നല്ല ബുദ്ധി, കുറച്ചൊക്കെ ഒരു ബുദ്ധി ലോജിക്കൊക്കെ വേണ്ട. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഈ പറഞ്ഞാൽ മതി. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ലോജിക്കലി ചോദിക്കട്ടെ. നിങ്ങൾ പിന്നെ എവിടെ നടക്കുക? ഈ ഒരു സ്പേസിൽ ഇങ്ങനെ നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അവിടം വരെ കുറച്ച് അവിടെയാണ് തള്ളിയിട്ടുള്ളത്, ഇത്രയും തള്ളിയിട്ടില്ല. എത്ര വീഴുന്ന നമ്മളിപ്പോ മേശന്റെ നമ്മളിങ്ങനെ നടക്കുന്നില്ലേ? അന്നെ ഇങ്ങക്ക് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാത്തത്. രാവിലെ എന്നോട് പറഞ്ഞ അവിടെ ബ്രൗൺ അടിക്കണം എന്ന് പറഞ്ഞ് കുറേ കച്ചറ ഉണ്ടാക്കി. ഞാൻ പറഞ്ഞ നടക്കൂല വൈറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞത് ലാസ്റ്റ് ഒരു പൊത്ത് ഇതുപോലെ തന്നെയാണ്. പിന്നെ മുന്നിൽ ഗ്രില്ലിടാന്ന് പറഞ്ഞത്, അല്ല ഗ്രില്ലില്ല, ഷീറ്റ്. അത് ഇപ്പോൾ ഒഴിവാക്കി. അത് വീടിന് രസം ഉണ്ടാവില്ല. ഒന്ന് ഇനി അടുത്ത് ഇവിടെ ഈ അടുപ്പ് അവർക്ക് ഇങ്ങോട്ട് മാറ്റണം, അല്ല ഗ്യാസ് അടുപ്പ് ഇങ്ങോട്ട് മാറ്റണം. നിങ്ങൾ ചെയ്തോളി, നിങ്ങൾക്ക് എന്നെ പ്രശ്നമുണ്ടോ? നമ്മക്കെന്ത് പ്രശ്നം? അടുക്കളയിൽ നിങ്ങളാണ് പണിയെടുക്കുന്നത്. ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഇവിടെ നടന്നിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഒരു 10 ദിവസം കൂടി കഴിഞ്ഞാൽ എല്ലാവരും പെയിൻറ്റ് പണിയൊക്കെ ഉണ്ട് കഴിയും. അതോട് കഴിഞ്ഞാൽ ഓരോ മൊത്തത്തിലൊന്ന് സെറ്റാക്കാം. അപ്പോൾ ബാങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കല്യാണത്തിൻ്റെ ചർച്ചയൊക്കെ പറയാനായിട്ട് അതാ ഇവരൊക്കെ വന്നിട്ടുണ്ട്. ഭാവിയുണ്ട്, ജാഫറുണ്ട്. ഇവര് കല്യാണ ചർച്ചയൊക്കെ വന്നത് പറയുന്നത്. ഇവര് ഓരോരുത്തരും ഓരോ ഫോണോട്ട് ഒത്തിരിക്കുക. പക്ഷെ ഉമ്മാന്റെ പ്രശ്നം എന്താ അറിയാ, ഇപ്പൊ ഈ വന്ന് നിന്നില്ലേ, ആ നിക്ക് 15 മിനിറ്റ്. അങ്ങനല്ല, അതായത് ഇപ്പൊ ഞാൻ സംസാരിക്കാൻ എന്റെ മൊത്തമായിട്ട് ക്യാമറ മാറ്റില്ല. ആ നിക്കണേ ഇങ്ങനെ 15 മിനിറ്റ്. ലൂയി ഈ 15 മിനിറ്റ് ഒക്കെ ഈ കാണലുണ്ടാ? ഈ വീഡിയോ കാണലില്ല? 15 മിനിറ്റ് അല്ല, ഉമ്മ സംസാരിക്കില്ലേ അപ്പൊ ഉമ്മാന്റെ മുഖത്തോട്ട് ഒറ്റടിക്ക് തിരിക്കണം ക്യാമറ. സ്കൂളിൽ പോയിട്ട് എങ്ങനെ ഉണ്ട്? രാവിലെ രസണ്ടാ? ഓ ഇന്നലെ മെഞ്ഞാന്നൊക്കെ ഞാൻ സ്വന്തം തന്നെ എടുത്തത്. പക്ഷെ പിടിച്ചോട്ടാ ഇപ്പൊ മുഖം കാണിക്കി. ശരി, അത് വീണു വന്നിട്ട് പേടിച്ചിട്ടാ. അങ്ങനല്ല, നോക്കി ഉമ്മ വീഡിയോ എടുക്കണോ? അയ്യോ മുഖം കാണിക്കി അറിയുമ്പോണ്ടോ? ഇങ്ങനെ ഇത് ഇങ്ങനെ പിടിക്കണോ? അതൊക്കെ വൈഡായിട്ട്, അപ്പൊ എല്ലാരെയും കിട്ടും. വൈഡാക്കിട്ട് ഒന്ന് പിടിച്ചേ, വൈഡാക്കിട്ട്. അങ്ങനെ അഞ്ഞ് സംസാരിക്കും. കൈവേദന എപ്പോ എത്ര നിർത്താൻ പറ്റുള്ളൂ? ഞാൻ 10 കിലോന്റെ ക്യാമറ അല്ലേ കൊടുത്ത്. ഉമ്മ വളർന്നു വരുന്ന സന്തോഷത്തിൽ കുളങ്ങരെ. അപ്പൊ ലൂയി ഇങ്ങോട്ടൊക്കെ ലൂയില് എടുത്തുക്കോ, നല്ല ലൂയില് കിട്ടുക. ഇങ്ങോട്ടൊക്കെ ഈ വെള്ളത്തിൽ വീണോ? കല്യാണ ചർച്ച ഇവര് കല്യാണ ചർച്ച വന്നു, പക്ഷെ ഇവിടെ എല്ലാരും ഫോൺ കൊണ്ട്. കല്യാണ ചർച്ച ഇതായിരുന്നു, ഫുഡിന്റെ ടീംസിനെ ഏൽപ്പിക്കണം. അപ്പം ആരെ ഏൽപ്പിക്കുന്നുള്ളത് ഇങ്ങനെ ഒരു പ്രശ്നത്തിലാണ്. ഫുഡ് പിന്നെന്തൊക്കെയാണ്? ഫുഡിന്റെ ടീം അനാവശ്യ ചെലവ് വരുത്തണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനല്ല, ചിലവര് വലിയ ടീമിനെ വിളിക്കുക, എന്നിട്ട് അവർക്ക് വെറുതെ അനാവശ്യമായിട്ട് പൈസ കൊടുക്കുക. അതിനാണ് നല്ലത് നല്ല ഫുഡുള്ള ആരാണ് ഓരെ വിളിച്ചിട്ട് പരിപാടി എടുത്താന്നുള്ള തീരുമാനത്തിലാണ്. നിങ്ങളെ വേണ്ടല്ലേ പരിചയത്തിൽ കോഴിക്കോട് വയനാടൊക്കെ ടീം ആരെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം, ഞാൻ നമ്പറോട് കൊടുക്കാം. വല്ല ഭാവി വേറെന്താ തീരുമാനം? ഡ്രസ്സിന്റെ ഒക്കെ
ഡ്രസ്സിന്റെ പെരുന്നാൾ കഴിഞ്ഞിട്ട് പോണോ അല്ല അത് നേരെ പോവാ തിങ്കളാഴ്ച നാളെ പോവാ തിങ്കളാഴ്ച അല്ല അതിന്റെ വിറ്റ തിങ്കളാഴ്ച അന്നെ എന്നിട്ട് പോയാൽ മതി ഇഷ്ടം പോലെ ടൈമുണ്ട് ഓക്കുള്ള ഡ്രസ്സൊക്കെ അങ്ങനല്ലേ വരുന്നത് ഇല്ലെന്താ കോയമ്പത്തൂർ വേണോ അല്ലെങ്കിൽ ബാംഗ്ലൂർ വേണോ നമുക്ക് ഇങ്ങനെ പോവാ ആദ്യം കോയമ്പത്തൂര് അവിടെ നേരെ ബാംഗ്ലൂര് ഒറ്റയടിക്ക് എല്ലാം തീർത്തിട്ട് വരാം പിന്നെ ഒരു ദിവസം കോഴിക്കോട് അല്ലെ ഈ പോണ ചെലവൊക്കെ അളിയ പോണ ചെലവ് ഞാൻ എടുക്കണോ അതിനെ കല്യാണം പെട്രോള് റൂമ് ഫുഡ് ഞാൻ കണ്ണാപ്പി ഇങ്ങനെ കൂട്ടി വെക്കി ഇവിടുന്ന് കോയമ്പത്തൂർ വേണം ചെലവ് അവിടുന്ന് ബാംഗ്ലൂർ വേണം ചെലവ് ഇതൊക്കെ ഉണ്ടെങ്കിൽ കോഴിക്കോട് പോയിട്ട് വില ശരിയാണ് കോഴിക്കോട് 1500 ഉള്ളത് കോയമ്പത്തൂർ പോയ 1000 രൂപ കിട്ടും കോഴിക്കോട് ഷോപ്പിംഗ് പോയാൽ മതി ബാംഗ്ലൂർ പോയാൽ കോയമ്പത്തൂർ പോകണ്ട അല്ല കോയമ്പത്തൂർക്ക് ഈ മെറ്റീരിയലൊക്കെ കോയമ്പത്തൂർ നിന്നാണ് ബാംഗ്ലൂർക്ക് പോണേ അതുകൊണ്ടാണ് അങ്ങനെ അല്ലേ ഇവർക്ക് നോക്കാനാണോ പോണേ കോട്ട് സൂട്ട് എടുക്കില്ലേ ഏതാ കളറ് ബ്ലാക്ക് എടുക്കരുത് അതിനെ നിങ്ങള് ഒരു ബ്ലൂ ഉണ്ട് അത് നല്ല രസാ അതന്നെ ഓക്കെ ഇതൊക്കെയാണ് ഇങ്ങനെ ചർച്ച ഇതിങ്ങനെ പോവും കുറച്ച് കഴിഞ്ഞാൽ അടിയാവും ഹൈക്കമാൻഡിന്റെ തീരുമാനമല്ലോ എന്താണ് എവിടെ കൊണ്ടുവന്നെ കോയമ്പത്തൂരോ എന്നെ കോഴിക്കോട്ടെ വെള്ള ഷർട്ട് വെള്ളമുണ്ട് 2 ദിവസം പോലെ സ്റ്റാൻഡേർഡ് വൈറ്റ് ഷർട്ട് വൈറ്റ് മുണ്ട് ഒരു രസം വർക്കത്ത് വേണം നിങ്ങളെ കാണുമ്പോ ഇത് നല്ല ലിനന്റെ ഒരു ഷർട്ടും വൈറ്റ് മുണ്ടും നല്ല രസമുണ്ട് രാഷ്ട്രീയക്കാരൻ ഷൂ അല്ല നല്ല നല്ല ചെരുപ്പ് ഒരു ബ്ലാക്ക് ചെരുപ്പ് മതി നിങ്ങളെ കാണുമ്പോ തന്നെ ഒരു മനസ്സിലാവും ഒരു ടവലും അതൊരു രസത്തിന് പിടിക്കണേ ആ വാപ്പയെന്ന് മനസ്സിലാവും ഉമ്മ ഒരു സാരി 2 സാരി അതന്നെ ചുരിദാർ വേണ്ട നെയ്റ്റി ഒന്നും വേണ്ട സാരിന്റെ റേറ്റിംഗ് ഒക്കെ എന്തിനാ റേറ്റ് രസം നോക്കി എടുത്താൽ പോരെ ചുരിദാർ ഇപ്പൊ ചുരിദാർ ചുരിദാർ ഞാൻ പറയാ മന്ന കുഞ്ഞാവ ഞാൻ വരൂല കുഞ്ഞാവെന്ന് ചുരിദാർ ചുരിദാർ നമ്മള് പറയല്ലോ അതിയാണ് മന്ന എന്ന് പറയാ അല്ല ഞാൻ യൂട്യൂബിലൊക്കെ പിന്നെ മയ എന്നല്ലേ പറയല്ലേ ഞങ്ങളൊക്കെ ചുരിദാർ അങ്ങനെ പറയണോ ഓ അതിന്റെ ഒക്കെ വെൽ മെയിൻറ്റൈൻഡ് ആള് വരുന്നുണ്ട് ഇവിടെ വന്ന് ഫസ്റ്റ് ദിവസം എന്താ ഫസ്റ്റ് ദിവസം ജയിക്കാ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 2 ഒലത്ത് എടുക്കട്ടെ ചിങ്കു ഒലത്ത് എന്ന് പറഞ്ഞ ഉപ്പേരി അടിച്ച് ഉമ്മ രാവിലെ തന്നെ വയ്ക്കും ഉമ്മാനോട് വന്നിട്ട് വയ്ക്കും ഒലത്തിയിലേന്ന് വയ്ക്കും രാവിലെ ചിങ്കു അവ ഉമ്മ ദേഷ്യം പിടിക്കും എന്റെ പെണ്ണുങ്ങള് ഒലത്തിയിലേന്നൊക്കെ ചോദിക്കുന്നത് ഒലത്തെന്ന് അറിയാ ഇല്ല ഓള് സ്പീഡ് സംസാരിച്ച് എനിക്കൊന്നും മനസ്സിലായി ഓക്കെ മതി നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഫുഡടിക്കാം അപ്പൊ ഞങ്ങള് ഫുഡ് ഉണ്ടാക്കിക്കില്ലെന്ന് ഫുഡ് ഉണ്ടാക്കത്തത് അടുക്കള സെറ്റപ്പ് അങ്ങനെ അപ്പൊ ബ്രോസ്റ്റ് മന്തി അൽഫാം നാന് കറി ഒക്കെ ഉണ്ട് കേട്ടോ കോപ്പിറൈറ്റ് പാട്ട് വെക്കരുത് അപ്പൊ അതിന് എല്ലാവരും തിന്നിട്ടതാ അയച്ചിരിക്കും ഇവിടെ ഒരാള് ഇങ്ങനെ ഫുഡ് കൊടുക്കുന്നുണ്ട് ബാക്കി പറയാം അപ്പൊ ഗായ്സ് വീഡിയോ എൻ്റെ നാളെ എൻ്റെ
അപ്പം വീഡിയോ എൻ്റെ